ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Subtitles. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടില്ലേ, കിഡ്സിൻ്റെ ഒരു ടോപ്പാണ്, ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റിയ തരത്തിലുള്ള ഒരു ടോപ്പ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മെഷർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ അളവുകളൊക്കെയാണ് നമ്മൾ മെഷർമെൻറ്റ്സ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഈ ടോപ്പിന് വേണ്ടി ഞാൻ 1 മീറ്റർ കോട്ടൺ ഫാബ്രിക്കും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ലൈനിങ് ഫാബ്രിക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കോട്ടൺ ഫാബ്രിക്കിൽ സ്ലീവ്സ് ഫുൾ കൈ ആണ് വെക്കുന്നത്. അപ്പോൾ സ്ലീവ്സിന് ഞാൻ ലൈനിങ് ഇടുന്നില്ല, സോ അത്രയും ലൈനിങ് ഫാബ്രിക്ക് നമുക്ക് കുറച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇനി എങ്ങനെയാണ് വെട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ലൈനിങ് ഫാബ്രിക് ഇതുപോലെ വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മടക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഏറ്റവും വലിയ അളവ്, അതായത് ചെസ്റ്റ് അളവ്, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പിന്നെ ഒരു 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും ആഡ് ചെയ്ത് നമ്മൾ മടക്കുക. അപ്പോൾ എൻ്റെ മെഷർമെൻറ്റിൽ ഇത് 22 നമ്മുടെ ചെസ്റ്റ് അളവ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 5.5 കിട്ടും. പിന്നെ ഒരു 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും ഒക്കെ ആഡ് ചെയ്യുമ്പോൾ 7.5 നമുക്ക് മാർക്ക് കിട്ടും. അത് മാർക്ക് ചെയ്ത് ഞാൻ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ അത്രയും നമ്മൾ ചെയ്തു. ഇനി ഇതാ മുകൾ വശം കണ്ടോ, ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ഒരുപോലെ ആക്കാൻ വേണ്ടിയാണ് കേട്ടോ, വെട്ടുമ്പോൾ ഒരേപോലെ നമുക്ക് വെട്ടിയെടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ മാർക്ക് ചെയ്തത്. ഇനി ലെങ്ത്താണ് എടുക്കുന്നത്. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് 16.5 അപ്പോൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി ഇട്ട് എക്സ്ട്രാ, അതായത് മടക്കി തയ്ക്കാൻ, ഷോൾഡർ ജോയിൻ ചെയ്യാനും പിന്നെ അടിഭാഗം മടക്കി തയ്ക്കുന്നതിന് വേണ്ടി 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 18 ഇഞ്ച് ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇനി അടുത്തത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ അളവാണ്. അപ്പോൾ ഷോൾഡർ അളവ് എനിക്ക് 10 വന്നിരിക്കുന്നത്. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 പ്ലസ് ഒരു 1/4 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് 5.25 ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആം ഹോള് ഞാൻ 4.5 എടുക്കുന്നത്. മോൾക്ക് ഞാൻ സാധാരണയായി 4.5 എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 4.5 ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ 2 പോയിൻറ്റും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം, കണ്ടോ. അത് ജോയിൻ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് യോജിപ്പിക്കുക, ആം ഹോള് വരയ്ക്കുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മളിനി ആം ഹോള് വരയ്ക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി നമ്മൾ വരച്ച ആ ലൈനിൻ്റെ മിഡ് പോയിൻറ്റിൽ നിന്ന് ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ വരച്ചത് ബാക്ക് ആം ഹോളാണ്. ഇനി നമ്മൾ ഫ്രണ്ട് ആം ഹോൾ അകത്തേക്ക് ഒരു 1/2 ഇഞ്ച് മാറ്റി ഇതേപോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുക, കണ്ടോ. അത് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നെക്ക് വിഡ്ത്താണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. നെക്ക് വിഡ്ത്ത് 2 ഇഞ്ചോ 1.25 ഇഞ്ചോ ഒക്കെ എടുക്കാം. അപ്പോൾ ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി ബാക്ക് നെക്ക് ലെങ്ത്താണ് ഫസ്റ്റ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അത് 2.5 ഇഞ്ചാണ്. അപ്പോൾ അത് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ അത് തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതൊരു സ്ക്വയർ പോലെ വരയ്ക്കുക, കണ്ടോ. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അത് 3.5 ഇഞ്ചാണ്. അപ്പോൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഒരു സ്ക്വയർ വരച്ചു കൊടുക്കുക. ഇനി ഞാൻ റൗണ്ട് ഷേപ്പാണ് നെക്കിന് കൊടുക്കുന്നത്. ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും റൗണ്ട് ഷേപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ എത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യുകയാണ്. ഇതിന് വേണ്ടി ഷോൾഡർ പോയിന്റിൽ നിന്നും ഒരു 1/2 ഇഞ്ച് താഴോട്ട് ഇതേപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ നെക്ക് പോയിന്റിന്, നെക്ക് വിടുത്ത ആ പോയിന്റിൽ നിന്നും നമ്മൾ വരച്ച ഈ പോയിന്റിലേക്ക് ഇതേപോലെ ഒരു വര വരച്ച് യോജിപ്പിക്കുക. ഇനി നമ്മൾ അടുത്തത് വേസ്റ്റ് ലെങ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് 8.5 വന്നിരിക്കുന്നത്. ഞാനത് ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വരുന്നത് അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഒരു 1 ഇഞ്ചോ കണ്ടോ, 1 ഇഞ്ച് അകത്തേക്ക് എടുത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഷേപ്പിന് വേണ്ടിയാണ് നമ്മളിത് മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ പോയിന്റിലേക്ക് മേളിൽ നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് യോജിപ്പിക്കുക. അതേപോലെ താഴെ നിന്നും ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. അപ്പോൾ അത് ഷേപ്പായി. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ബാക്ക് നെക്കും പിന്നെ അതുപോലെ തന്നെ ബാക്ക് ആം ഹോളും വേണം ആദ്യമേ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതേപോലെ തന്നെ മടക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ വെട്ടി വെച്ച പീസ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് കണ്ടോ, ഈ അളവുകളൊക്കെ ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പീസ് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ വരച്ച ആ വരയിൽ കൂടി കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ബാക്ക് പീസാണ്. ബാക്ക് പീസ് നമ്മൾ ചെയ്തെടുത്തു. ഇനി അതിനുശേഷം നേരത്തെ നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ഈ പീസിൽ നിന്ന് ഫ്രണ്ട് നെക്കും ഫ്രണ്ട് ആം ഹോളും കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ അത് രണ്ടും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് രണ്ടും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ അളവിൽ നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ നിന്നും ഇതേപോലെ തന്നെ ഇത് വെച്ച് വെട്ടിയെടുക്കുക.
ഇപ്പോൾ ടോട്ടൽ നമുക്ക് 4 പീസ് കിട്ടും. അപ്പോൾ അതാ ഞാൻ മെയിൻ ഫാബ്രിക്കിൽ നിന്ന് ഇതുപോലെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് സ്ലീവ്സ് ആണ്. സ്ലീവ്സിന് വേണ്ടി ഇതാ ഞാൻ മിച്ചം വന്ന ഫാബ്രിക് ഇതേപോലെ നെടുകെ മടക്കി വീണ്ടും അതിനുശേഷം വീണ്ടും ഒന്നുകൂടി മടക്കി ഇതേപോലെ ഇട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ലെങ്ത് ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ലെങ്ത് എത്രയാണോ അതിനോട് കൂടി 1.5 ഇഞ്ച് കൂട്ടുക. അപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത് 14.5 അതിനോട് 1.5 കൂട്ടുമ്പം 16 ഞാനത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി ആം ഹോള് 4.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഫോൾഡഡ് സൈഡിൽ നിന്ന് വേണം മാർക്ക് ചെയ്യാനായിട്ട്. കണ്ടോ, ഫോൾഡഡ് സൈഡിൽ നിന്ന് 4.5 ഇഞ്ച് ആം ഹോള് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് എടുക്കുക. കുഞ്ഞു കുട്ടി ആയതുകൊണ്ടാണ് 2.5 ഇഞ്ച് എടുക്കുന്നത്. മുതിർന്നവർക്ക് 3.5 വരെ എടുക്കാം. എന്നിട്ട് ആ 2 പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്യുക. ഇനി നമ്മൾ ബാക്ക് ആം ഹോളാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് കണ്ടുപിടിക്കണം. കണ്ടോ, അതൊന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മളൊരു കർവ് ഷേപ്പിൽ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു കർവ് ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഇനി ഫ്രണ്ട് ആം ഹോള് ഇതുപോലെ അകത്തേക്ക് കുഴിച്ച്, അതായത് എസ് ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് സീം അലവൻസ് 1 1.5 എടുക്കുക. സീം അലവൻസ് കൊടുക്കുക. ഇനി സ്ലീവ് ഓപ്പൺ നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല. ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് ലൈൻ ആണ് വരയ്ക്കുന്നത്. കാരണം നമ്മൾ കയ്യിൽ ഇലാസ്റ്റിക് വെക്കുകയാണ്, അതുകൊണ്ട് സ്ലീവ് ഓപ്പൺ നമ്മൾ ചെയ്യുന്നില്ല. ഇനി നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് താഴോട്ട് യോജിപ്പിക്കാം. എന്നിട്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പം എപ്പോഴും പറയാറുള്ള പോലെ ബാക്ക് ആം ഹോൾ പോർഷൻ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഫ്രണ്ട് കയറ്റി കട്ട് ചെയ്യരുത്. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇനി നമ്മൾ സ്ലീവ് കണ്ടോ, സ്ലീവിൻ്റെ സെൻറ്ററും പോർഷൻ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു നോച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുക. കണ്ടോ, ഇതേപോലെ തുറന്നിടുക. എന്നിട്ട് ഇനി ഫ്രണ്ട് ആം ഹോള് കട്ട് ചെയ്ത് കൊടുക്കുക. ഉണ്ട് അതേപോലെ കുഴിച്ച് വെട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ലീവ്സിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മെയിൻ ഫാബ്രിക്കിൻ്റെ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വശമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ലൈനിങ് ഫാബ്രിക്കിൻ്റെ ഫ്രണ്ട് പീസ് ഇതേപോലെ വിരിച്ചു കൊടുക്കുക. അതായത് ഞാനത് പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കഴുത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇതിന് ഇതുണ്ട് നോച്ചസ് ഇട്ട് കൊടുക്കുക. ഇതേപോലെ കുഞ്ഞു ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കുഞ്ഞതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് നല്ല വശത്തേക്ക് തിരിച്ചെടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മൾ നല്ല വശത്തേക്ക് തിരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് വഴി, നെക്കിൻ്റെ സൈഡ് വഴി ഒരു സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. എന്നൊരു പ്രോപ്പർ ഫിനിഷിങ്ങിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പീസ് കഴിഞ്ഞു. ബാക്ക് പീസിന് വേണ്ടി ഞാൻ ലൈനിങ്ങിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ കഴുത്ത് കയറുന്നതിന് വേണ്ടി ചെറുതായിട്ടൊരു സ്ലിറ്റ് പോലെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഫാബ്രിക്കിൻ്റെ കണ്ടോ സെൻറ്റർ കണ്ട് ഒരു 2-2.5 ഇഞ്ച് ഇതേപോലെ ഒരു ചെറിയ വര വരച്ചു കൊടുക്കുക സെൻറ്ററിൽ നിന്നും. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, എന്നിട്ട് ഇതാ മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിൽ നല്ല വശമാണ് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശമാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ, അതിൻ്റെ മുകളിൽ ലൈനിങ്ങിൻ്റെ ബാക്ക് പീസ് ഇതേപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ, എന്നിട്ട് ഇത് കണ്ടോ പിൻ വെച്ചൊന്ന് സെക്യൂർ ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അനങ്ങാതിരിക്കാൻ വേണ്ടി ഇതേപോലെ പിൻ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടോ ലൈനിങ്ങിൽ ചെയ്ത പോലെ അതേ സ്ലിറ്റ് മെയിൻ ഫാബ്രിക്കിൽ ഇതേപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് കഴുത്ത് ഇതേപോലെ അടിച്ചു കൊടുക്കുക. കണ്ടോ, അപ്പോൾ അതിന് ചുറ്റി അടിച്ച് എടുക്കുക. അപ്പോൾ നമ്മൾ കഴുത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നോച്ചസ് ഇട്ട് കൊടുക്കുക. കണ്ടോ, അപ്പോൾ സെൻറ്ററൊക്കെ സ്റ്റിച്ചിൽ കയറി കട്ട് ചെയ്യാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നോച്ചസ് ഇട്ട് കൊടുത്ത് നമ്മളിത് നല്ല വശത്തേക്ക് തിരിച്ചെടുക്കുക. കണ്ടോ, കോർണർ പോർഷനൊക്കെ കണ്ടോ കത്രിക വെച്ചൊന്ന് കുത്തി കണ്ടോ ശരിയായിട്ട് എടുക്കണം. കണ്ടോ, അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഫ്രണ്ട് പീസിൽ ചെയ്ത പോലെ തന്നെ ബാക്ക് പീസിലും ചുറ്റി ഒരു സ്റ്റിച്ച് മുകളിൽ കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ,
അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ മെയിൻ ഫാബ്രിക്കും ലൈനിങ് ഫാബ്രിക്കും തമ്മിൽ ഒന്ന് ഒരുമിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഇതുപോലെ സൈഡും ആം ഹോളുമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2 പീസിൻ്റെയും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബാക്ക് പീസ് വിരിച്ചിട്ടിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇരിക്കുന്നത് റൈറ്റ് സൈഡ്, അതായത് നല്ല വശം മുകളിൽ വരുന്ന രീതിയിലാണ് വിരിച്ചിട്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ ബാക്ക് പോർഷൻ വെച്ച് കൊടുക്കുക. ബാക്ക് പോർഷൻ്റെ റോങ് സൈഡ് മുകളിൽ വരുന്ന രീതിയിൽ വേണം നമ്മളിത് വിരിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ടും ഫേസ് ടു ഫേസ് എങ്ങനെയാണ്, നല്ല വശം ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെച്ച് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ അടുത്തത് സ്ലീവ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്ലീവ്സ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇലാസ്റ്റിക് വെക്കുന്നതുകൊണ്ട് കണ്ടോ ഈ ഒരു വലുപ്പത്തിൽ വേണം നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക, കണ്ടോ. അത് ഞാൻ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇലാസ്റ്റിക് വെക്കുന്നതിന് വേണ്ടി ഒരു 2 ഇഞ്ച്, കണ്ടോ 2 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് എന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതേപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ ലൈനിൽ കൂടി വേണം നമ്മൾ ഇലാസ്റ്റിക് ജോയിൻ ചെയ്യാനായിട്ട്, ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതിനുവേണ്ടി ഈ ലൈൻ വരയ്ക്കുന്നതാണ്. അപ്പോൾ ഇനി ഈ ലൈനിൽ കൂടി നമ്മൾ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇലാസ്റ്റിക് ഞാൻ ഈ വലുപ്പത്തിലുള്ള ഇലാസ്റ്റിക്, അപ്പോൾ നമ്മൾ മാസ്കിനൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ആ സ്ട്രെയിറ്റ് ലൈനിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം. ആ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് വേണം തയ്ച്ചു കൊടുക്കാൻ, കണ്ടോ. ഇതേപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുത്ത് ആ ലൈനിൽ കൂടി കണ്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ് നമ്മുടെ ടോപ്പിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ടോപ്പ് നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ മിഡിൽ പോർഷൻ ടോപ്പിൻ്റെ ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ സ്ലീവിൻ്റെ റോങ് സൈഡ് മുകളിൽ വരുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ലീവിൻ്റെ ഫ്രണ്ടും പോർഷനും ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനും ഒരേ വശത്ത് വരണം. എന്നിട്ട് സെൻറ്റർ തുടങ്ങി സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവുക. വീണ്ടും സെൻറ്ററിൽ വന്നിട്ട് ബാക്ക് പോർഷനും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 സ്ലീവും ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിതാ 2 സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. സ്ലീവ്സൊക്കെ നന്നായിട്ട് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി കണ്ടോ ഇതേപോലെ മടക്കിയിടുക. എന്നിട്ട് സ്ലീവ് തുടങ്ങി കണ്ടോ നമുക്ക് എത്രയും ഷേപ്പ് വേണം അത്രയും ഷേപ്പിൽ കണ്ടോ ഇതൊന്ന് വരച്ചു കൊടുത്ത് നമ്മൾ സൈഡ് ജോയിൻ ചെയ്ത് എടുക്കുക, കേട്ടോ. അപ്പോൾ 2 സൈഡും ഇതേപോലെ വരച്ചു കൊടുത്ത് നമ്മൾ ജോയിൻ ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യാനുള്ളത് നമ്മൾ അടിഭാഗം കണ്ടോ ഒന്ന് കയറി ഇറങ്ങിയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് ഒരേപോലെ ആക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തത് ചെയ്യാനുള്ളത് അടിഭാഗം കണ്ടോ ഡബിൾ ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക, കണ്ടോ ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ടോപ്പ് പോർഷന് നമ്മൾ ബാക്ക് സൈഡിൽ ഹൂക്ക് ആൻഡ് ലൂപ്പ്, അതായത് കൊളുത്ത് പിടിപ്പിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്ത് കൊടുത്തേക്കണം. അതറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണ്. നമ്മുടെ ടോപ്പിൻ്റെ എല്ലാ സ്റ്റിച്ചിങ് പ്രോസസ്സും കഴിഞ്ഞിട്ടുണ്ട്, കണ്ടോ. അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജീൻസിൻ്റെ കൂടെ പിന്നെ ഡങ്കരിയുടെ ഇന്നറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം, കണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.